ഈ വണ്ടിക്കും സ്റ്റാർട്ടർ മോട്ടറോ കാര്യങ്ങളോ ഇല്ല കേട്ടോ, ഡയറക്റ്റ് ആണ് കൊടുത്തേക്കുന്നത് സ്റ്റാർട്ടിങ്. പൾസർ നമ്മൾ ഒത്തിരി കേട്ടുപരിചയമുള്ള ഒരു പേരാണ്. പൾസറിന് ഏറ്റവും ന്യൂ മോഡലായ പൾസർ N125 ആണ് നമ്മളോട് ഉള്ളത്. നമ്മൾ വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. പൾസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൾസർ N125 കുറിച്ച് പറയുകയാണെങ്കിൽ 125 cc 12 PS പവറാണ് വണ്ടി വരുന്നത് 8000 RPM. അതുപോലെ തന്നെ 11 mm ടോർക്കാണ് വരുന്നത് 6000 RPM. അതായത് അടിപൊളി ഒരു സ്പോർട്ട് യൂട്ടിലിറ്റി വണ്ടിയാണ്. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, പക്ക അഗ്രസീവ് ലുക്കാണ്. കാരണം എനിക്ക് ഈ ഇടയ്ക്ക് ബജാജിൻ്റെ വണ്ടിക്കകത്ത് വന്നതിൻ്റെ അകത്ത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് പൾസർ 125 N. അതുപോലെ തന്നെ വേറെ എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ വണ്ടി ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ് കേട്ടോ. അത് 125 കിലോ വണ്ടിക്ക് വെയിറ്റ് ഉള്ളു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു വരുമ്പോൾ വണ്ടി നല്ലൊരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു 125 cc ഉള്ള വണ്ടി ഓടിക്കുന്നതെന്നുള്ളൊരു ഫീലല്ല, നമ്മളൊരു പവറുള്ള വണ്ടി ഓടിക്കുന്നുള്ള ഫീലാണ്. പക്ക ഒരു സ്പോർട്ടി ലുക്കിലാണ് വന്നേക്കുന്നത്. അതായത് നമ്മളെ ഞാനിപ്പം ഡ്രൈവ് ചെയ്യുന്ന രീതി എന്നൊക്കെ പറയും, നമ്മളിപ്പം ഇതിൻ്റെ കാല് വെക്കുന്നതാണെങ്കിൽ പക്ക സ്പോർട്ടി ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നതും കാര്യങ്ങളും എല്ലാം. വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും ഒരു രക്ഷയില്ല. കാരണം എനിക്ക് ഈ ഇടയ്ക്ക് വന്ന ബജാജിൻ്റെ വണ്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. പിന്നെ വാല്യൂ ഫോർ മണിയും കൂടെയാണ് കേട്ടോ വണ്ടി. പിന്നെ നമ്മളെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കിലാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ട് വരാം. പൾസർ N125 ഏറ്റവും എടുത്ത് പറയേണ്ട ഒന്നാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 198 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് വരുന്നത് 795 എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ലൈറ്റ് വെയിറ്റ് 125 കിലോയാണ്. നമുക്കിനി വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വിശേഷത്തിലോട്ട് വരാം. അതിൻ്റെ അകത്ത് നമുക്ക് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ വണ്ടി നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ശ്രദ്ധ പിടിക്കുന്നതാണ് നമ്മളെ ഹെഡ്ലൈറ്റിന് മണ്ട വരുന്നൊരു ചെറിയ ഷീൽഡ്. അത് ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അത് നന്നായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്ത് വരേണ്ട വണ്ടിയുടെ ഇൻഡിക്കേറ്ററാണ്. സാധാ ഹാലജൻ ലൈറ്റാണ്. അത് നല്ല എന്താ പറയുക, വണ്ടിക്ക് ഒതുങ്ങുന്ന രീതി തന്നെയാണ്. താഴത്തോട്ട് വരുമ്പോൾ നമുക്കൊരു LED ഹെഡ്ലൈറ്റ് ബൾബ് വേണം. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, നല്ലൊരു ഷേപ്പിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ന്യൂജൻ ഷേപ്പിൽ തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു ഡിസൈനേക്കൽ എലമെൻ്റൊക്കെ ആണ്, അത് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ ഇത് LED ഹെഡ്ലൈറ്റ് ബൾബ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഡിമ്മും ബ്രൈറ്റും ആയിട്ടാണ് വരുന്നത്. അതുപോലെ താഴത്തോട്ട് വരുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ഒരു ചെറിയ ഷെയ്ഡ് കാണാം. അത് റെഡ് കളറിലാണ് വണ്ടിയുടെ കളർ വന്നേക്കുന്നതിനാണ്. അതും വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇനി അടുത്ത ഏറ്റവും എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഷോക്ക് ഓഫ്സറാണ്. അതെന്ന് പറഞ്ഞാൽ പക്ക ഒരു മാസ്ക് ലുക്കിലാണ് വണ്ടി വന്നേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇത് ഒരു മാസ്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വണ്ടിക്ക് നല്ലൊരു ലുക്കാണ് കിട്ടുന്നത്. അതിനേക്കാളും ഉപരി നമുക്ക് വണ്ടിയുടെ ഷോക്ക് ഓഫ്സറെ കുറച്ചും ലോങ് ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് എന്താ പറയുന്നത്, ഡസ്റ്റ് കാര്യങ്ങളൊന്നും അടിക്കത്തില്ല. അതിൻ്റെ അകത്ത് നല്ല രീതിയിലാണ് വന്നേക്കുന്നത്. അടുത്ത വണ്ടിയുടെ മൺഗാർഡ് ഒരു ഫൈബർ മൺഗാർഡാണ് വരുന്നത്. അതുപോലെ വണ്ടിയുടെ ബോഡി കളറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബർ മൺഗാർഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൺഗാർഡ് താഴത്തോട്ട് വന്ന എക്സ്ട്രാ നമുക്ക് ഒരു ചെള്ളതെറുപ്പിയുടെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ വണ്ടിയുടെ ഇനി മൺഗാർഡ് തന്നെ ഇൻക്ലൂഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു റിഫ്ലക്ടർ കാണാം. അത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്നത്, പക്ക സ്റ്റാൻഡേർഡായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്കിൽ തന്നെ 240 ഡിസ്കിൻ്റെ തിക്നെസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതി തന്നെയാണ്. അതുപോലെ നമ്മുടെ ടയർ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ടയറാണ് കേട്ടോ. 80, 100, 17 ടയർ വരുന്നത്. അത് നമ്മളെ MRFിൻ്റെ സാപ്ര ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ അലോയ് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് അലോയാണ്, ഒരു ഒഴുകി പോകുന്ന ഒരു ഡിസൈനാണ്. അതും വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതിന് അലോയിയെ തന്നെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, റിഫ്ലക്ടർ അല്ല, ഒരു ചെറിയൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് വണ്ടിയുടെ ബോഡി കളർ പോലെ തന്നെ. അതും വണ്ടിക്ക് നല്ല അടിപൊളിയായിട്ടാണ് ചേരുന്നത്. ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഇനി സൈഡിലോട്ട് വരാം. സൈഡിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടിയുടെ എഞ്ചിനാണ്. 125 cc എയർ കൂൾ എഞ്ചിനാണ് വന്നേക്കുന്നത്. അതുപോലെ നമ്മളെ ക്രാഷ് കാർഡ് വരുന്ന ഒരു സി ടൈപ്പിലാണ്. അത് നല്ല അത്യാവശ്യം അതൊന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി തന്നെയാണ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എങ്ങും കൊള്ളാത്ത രീതിയിലൊന്നുമല്ല, അത്യാവശ്യം വണ്ടി നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി തന്നെയാണ് അത് ക്രാഷ് കാർഡും വന്നേക്കുന്നത്. പിന്നെ വണ്ടിയുടെ അടുത്ത ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന വണ്ടിയുടെ എക്സോസ്റ്റ് കേട്ടോ. അണ്ടർബെല്ലി എക്സോസ്റ്റാണ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുന്നത്, പൗഡർ കോട്ടിംഗ് ആണ്, തുരുമ്പോ കേസൊന്നും വരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്തൊക്കെ ബജാജ് നേരത്തെ ഒത്തിരി മാറിപ്പോയി, ഇമ്പ്രൂവ്മെൻ്റായി. പിന്നെ അടുത്ത ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് ഒരു കിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം കേട്ടോ. പിന്നെ എഞ്ചിൻ്റെ കളറാണ് ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. അത് നല്ലൊരു സ്പോർട്ടി ലുക്കിൽ തന്നെ ഇങ്ങ് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ചേസ് എടുത്ത് പറയേണ്ട ഒരു ചേസാണ് കേട്ടോ. ഒരു പ്രത്യേക ഡിസൈനിലാണ് അതിൻ്റെ ചേസ് വരുന്നത്. അടുത്തായി നമുക്ക് വണ്ടിയുടെ സൈഡ് വീലോട്ട് വരാം. സൈഡ് വീലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചിങ് ആയിട്ടുള്ള രീതി തന്നെ വന്നേക്കുന്നത്.
അടുത്ത ഏറ്റവും എടുത്ത് പറയേണ്ട വണ്ടിയുടെ ടാങ്കാണ്. ടാങ്ക് എടുത്തു പറയാനുള്ള കാരണം പറഞ്ഞാൽ ഇത് ഒരു ബോഡി എടുത്തു പറയാനുള്ള കാരണം പറഞ്ഞത് മെറ്റൽ ടാങ്കാണ് വരുന്നത്. അതുപോലെ തന്നെ ടാങ്ക് പൾസർ എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാണാം. അതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കറോ കാര്യങ്ങളോ അല്ല, ഒരു പഞ്ചിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. സിൽവർ കളറിലോ വന്നേക്കുന്നത്. വണ്ടിക്ക് നല്ല ഒന്നാമതായിട്ട് ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കാണാം. അത് പറഞ്ഞാൽ കമ്പനി വരുന്നത് തന്നെയാണ്. അത് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ ചേരുന്നുണ്ട്. പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ക്രോം എലമെൻറ്റും കാണാം. അതും നല്ല ഷേപ്പിൽ തന്നെയാണ് വന്നേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് പക്ക ഒരു അഗ്രസീവ് ലുക്കാണ് വണ്ടിക്ക് ഇത് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് വണ്ടി ഒരു പക്ക എന്താ പറയുന്നത് പക്ക ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്ക് തന്നെ കേട്ടോ. കാരണം പറയുക 125cc ബജാജിൽ നിന്ന് ഞാൻ ഇത്ര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടി പ്രതീക്ഷിച്ചില്ല. കാരണം അത്ര നന്നായിട്ട് അവർ ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത് നമ്മളെ സൈഡാണ് വരുന്നത് ഒരു സിൽവർ കളറും വരുന്നുണ്ട്, ബ്ലാക്കും ചേരുന്നുണ്ട്. അത് നന്നായിട്ട് ചേരുന്ന രീതിയിലാണ്. സൈഡിലോട്ട് വരുമ്പോൾ വണ്ടിയുടെ നമ്മളെ വണ്ടി വരുന്ന റെഡിൻ്റെ ആ ഗ്രാഫിക്സ് തന്നെ പിന്നെ വരുന്നുണ്ട്. അത് N125 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളെ ഗ്രാബ് ഹാൻഡിൽ ശാല ഒരു വൈറ്റ് കളറിലാട്ടോ വന്നേക്കുന്നത്. കാരണം അതൊരു വൈറ്റ് ഒരു ബ്ലാക്ക് ആക്കാമായിരുന്നു എന്നുണ്ട്, വേറൊന്നുമല്ല. കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ ഇനി താഴത്തോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട വണ്ടിയുടെ സസ്പെൻഷനാണ്. മോണോ സസ്പെൻഷനാണ് കേട്ടോ. അത് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു യാത്രാസുഖവും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും തരുന്നത്. കാരണം പറഞ്ഞാൽ പക്ക യാത്രാസുഖമായിരിക്കും. പിന്നെ ടയർ വരുന്നത് 110/80/17 കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയർ കേട്ടോ. ചെറിയ ടയറൊന്നും അല്ല കൊടുത്തേക്കുന്നത്, നല്ല വലിപ്പമുള്ള ടയർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പം ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്കാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു കുട്ടി മൺകാർഡും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അത്യാവശ്യം നമുക്ക് ചെള്ളതെറപ്പിയും കാര്യമൊക്കെ, അതായത് നമ്മൾ എന്താ പറയുക വണ്ടിയെ ചെള്ള നിറയ്ക്കുന്നതൊക്കെ ഒത്തിരി കുറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് അത് കവർ ചെയ്ത് വന്നേക്കുന്നത്. അതിന് 2 കാലം വന്നേക്കുന്നത് കേട്ടോ, ഒറ്റക്കാലല്ല. എന്ന് പറഞ്ഞാൽ അന്നേരം അത്ര സ്ട്രോങ് ആയിട്ടാണ് അത് വന്നേക്കുന്നത്. പിന്നെ അടുത്തായി പറയേണ്ട വണ്ടിയുടെ ചെയിൻ വരുന്നത് ഓപ്പൺ ചെയിനാണ് കേട്ടോ വരുന്നത്. അതായത് തന്നെ ചെറിയ കവറിങ്ങും വരുന്നുണ്ട്. ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് നമ്മൾ ചെയിൻ ലൂപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോണം. അതുപോലെ ക്ലീൻ ചെയ്യുകയും ചെയ്യണം, കാരണം ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പിന്നെ അലോയിലെ ഡിസൈൻ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ബ്ലാക്ക് വന്നേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അടുത്തായി പിന്നെ ബാക്കിലോട്ട് വന്ന ഏറ്റവും കൂടുതൽ എടുത്ത് വരേണ്ട വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ആണ്. അത് നല്ലൊരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. എന്താ പറയുക നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ തന്നെയാണ് വന്നേക്കുന്നത്. എനിക്കൊന്ന് പൾസറിലെല്ലാം ഏകദേശം ഇതുപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, പക്ക സ്റ്റാൻഡേർഡാണ്. കാരണം പൾസറിൻ്റെ ബ്രേക്ക് ലൈറ്റ് ആണ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചതും കേട്ടോ. അടുത്തായി നമുക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. അത്യാവശ്യം ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് എന്താ പറയുന്നത് ഫോൺ കണക്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും, അതുപോലെ തന്നെ ബാറ്ററിയുടെ ലൈഫും കാര്യങ്ങളും ഇത് അറിയാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്താ പറയുക നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് നല്ല എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ മിററും എന്താ പറയുക എന്താ പറയുക ഇപ്പോഴത്തെ ഒരു പുതിയ ന്യൂജൻ രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. പക്ക ട്രെൻഡി ആയിട്ട്, അതായത് വണ്ടിക്ക് ഒരു സ്പോർട്ടി ലുക്കാണ് അത് തരുന്നത്. അടുത്തായി വണ്ടിയുടെ ഹാൻഡിലെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു ഷോർട്ട് ഹാൻഡിലാണ് കേട്ടോ. എനിക്ക് ഓടിച്ചിട്ടൊരു ചെറിയൊരു ഒരു അപ്ഡേറ്റ് ചെയ്യാവുന്നൊരു സജഷൻ പറയാനുള്ള ഹാൻഡിലാണ്. കുറച്ചും കൂടെ വൈഡ് ആക്കാമെന്ന്. കാരണം ഒരു ശകലം ഷോർട്ടാണ് ഹാൻഡിൽ. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് വണ്ടി എല്ലാം ഓൾമോസ്റ്റ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ സീറ്റാണ്. സീറ്റ് 2 സീറ്റാണ് കേട്ടോ വരുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഫ്രണ്ടിലത്തെ അത്യാവശ്യം നല്ല നമുക്ക് എന്താ പറയുക നല്ല യാത്രാസുഖം തരുന്നത്. സോഫ്റ്റ് സീറ്റ് കേട്ടോ, വലിയ ഹാർഡൊന്നുമല്ല. ബാക്കിൽ അത്യാവശ്യം നല്ലൊരു സീറ്റ് തന്നെയാണ്, അതും കുഴപ്പമില്ല. വണ്ടി മൊത്തത്തിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വണ്ടി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ ഓടിച്ചുകൊണ്ട് പറഞ്ഞില്ല, ഓടിച്ചു കഴിഞ്ഞ് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് അതിനകത്ത് ഏറ്റവും എടുത്ത് പറയാനും ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. വണ്ടിയുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കും സ്റ്റാർട്ടർ മോട്ടറോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. ഡയറക്റ്റാണ് കൊടുത്തേക്കുന്നത് സ്റ്റാർട്ടിങ്. ഒരു അനക്കോ കേസോ ഒന്നുമില്ല. നമ്മളൊരു ഇലക്ട്രിക് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കുന്ന പോലെ വണ്ടി സ്റ്റാർട്ടാക്കും. എന്താ പറയുന്നത് ഒരു ഇലക്ട്രിക് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കുന്ന പോലെ നമുക്ക് അത്രയ്ക്ക് സ്മൂത്താണ് സ്റ്റാർട്ടിങ്. റൈഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പൾസർ N125 ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ഒരു
ഒരു 125 ഓടിക്കുന്ന ഒരു ഫീലല്ല, ഒരു നമുക്കൊരു 150 വണ്ടി CC ഓടിക്കുന്ന ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വണ്ടിക്ക് പവറുണ്ട്, പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്, അതാണ് ഇത്ര ഒരു ഫീൽ ചെയ്യുന്നത്. പിന്നെ വണ്ടിയുടെ നമ്മളെ റൈഡിങ് പോസ്റ്റിനൊക്കെ പക്ക സ്പോർട്ടി ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ല ഒന്നാമതായിട്ട് സെറ്റപ്പായിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റും, ഒരു രക്ഷയില്ല വണ്ടി അതിൻ്റെ അകത്തൊക്കെ. പിന്നെ നമുക്ക് ഓടിച്ചിട്ട് സസ്പെൻഷൻ ആണെങ്കിലും നല്ല സസ്പെൻഷനാണ്, നമുക്ക് എന്താ പറയുന്നത് വലിയ മടുപ്പൊന്നുമില്ല, വലിയ അലപ്പൊന്നും ഉള്ള രീതിയിലാണ്. നമ്മൾ അത്യാവശ്യം പോയ റോഡിൽ കൂടെ ഓടിച്ചാലും നമ്മൾ അത്യാവശ്യം സ്മൂത്താണ് എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി പക്ക സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ കൺട്രോളിങ്ങും പക്കയാട്ടോ, നമുക്ക് ആ ടയറും വലിപ്പമൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല രീതി. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും എടുത്ത് പറയണം, നല്ല ഒന്നാം തരം ബ്രേക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. എനിക്ക് വണ്ടി ഓക്കെയാണ്, അടിപൊളിയായിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ വണ്ടി ലോഞ്ച് ചെയ്തോളൂ, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 94,000 രൂപ ടെക്സ്റ്റ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇപ്പോൾ ആർക്കെങ്കിലും ബുക്ക് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഇട്ടേക്കാം. വണ്ടി എന്നൊക്കെ പറഞ്ഞാലും വണ്ടി അടിപൊളി വണ്ടിയാണ്. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക.